ഇതാണ് ഹംപിയിലെ വിജയ വിത്തല ക്ഷേത്രം. വിറ്റാല ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു. വിജയനഗര സാമ്രാജ്യം എന്നത് ഹരിഹരൻ, ബുക്കരായ എന്നീ സഹോദരന്മാർ സ്ഥാപിച്ച ഒരു ഇന്ത്യൻ ഹിന്ദു സാമ്രാജ്യമായിരുന്നു. ഇത് പ്രധാനമായും ദക്ഷിണേന്ത്യയിൽ ഇന്നത്തെ കർണാടകയിലെ ഹംപി ആസ്ഥാനമാക്കി പ്രവർത്തിച്ചു വരുന്നു. കൃഷ്ണദേവരായരുടെ കാലഘട്ടത്തിൽ സാമ്രാജ്യം അതിൻ്റെ ശക്തിയുടെ ഉന്നത സ്ഥാനത്തെത്തി. തെക്കേ ഇന്ത്യയിലെ ഡെക്കാൻ പ്രദേശത്ത് 14, 15, 16 ശതകങ്ങളായി നിലനിന്നിരുന്ന ഒരു സാമ്രാജ്യമായിരുന്നു വിജയനഗര സാമ്രാജ്യം. ഇവിടുത്തെ പ്രധാന ക്ഷേത്രമാണ് വിറ്റാല ക്ഷേത്രം. വിറ്റാല ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണീയമായ സംഗീത കൽത്തൂണുകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. സരിഗമ തൂണുകൾ എന്നു പേരുള്ള ഇവയിൽ കൈകൊണ്ട് ചെറുതായി തട്ടിയ സംഗീതം കേൾക്കാം. ഇങ്ങനെ സംഗീതം പൊഴിക്കുന്ന 56 തൂണുകളാണ് ഇവിടെയുള്ളത്. ഇതാണ് ഹംപിയിലെ പ്രശസ്തമായ ശിലാരഥം. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ 3 ശിലാരഥങ്ങളിൽ ഒന്നാണ് ഇത്. മറ്റ് 2 കൊണാർക്കിലും മഹാബലിപുരത്തും. കൊണാർക്ക് ഒഡീഷയിലും മഹാബലിപുരം തമിഴ്നാടുമാണ് ഉള്ളത്. നമ്മുടെ 50 രൂപ നോട്ടിൽ കാണുന്ന അതേ ശിലാരഥമാണ് നാം ഇപ്പോൾ ഈ കാണുന്നത്. ഹംപിയിലെ ഏറ്റവും മികച്ച വാസ്തുവിദ്യയും വൈവിധ്യവും നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്രമാണ് വിജയ വിത്തല ക്ഷേത്രം. കർണാടക വിനോദസഞ്ചാരത്തിൻ്റെ അടയാളമായാണ് വിജയ വിത്തല ക്ഷേത്രം അറിയപ്പെടുന്നത്. മഹാവിഷ്ണുവിൻ്റെ അവതാരമായ വിറ്റാലയ്ക്കായി പണിത ഈ ക്ഷേത്രം അത്ഭുതകരമായ വാസ്തുവിദ്യാ വിസ്മയങ്ങൾ നിറഞ്ഞ ക്ഷേത്രമാണ്. 16-ാം നൂറ്റാണ്ടിൽ ദേവരായ രണ്ടാമൻ്റെ കാലത്താണ് ദ്രാവിഡ വാസ്തുവിദ്യയിൽ ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെടുന്നത്. പിന്നീട് കൃഷ്ണദേവരായരുടെ കാലത്ത് ക്ഷേത്രത്തിൽ കുറച്ചുകൂടി മിനുക്കുപണികൾ നടന്നു. ഇത്രയുമാണ് വിറ്റാല ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.